ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഇപ്പോൾ നമ്മോടൊപ്പം. ശ്രീ തിരുവഞ്ചൂർ, ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത്. ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ഒരു പെൺകുട്ടിയെ മർദ്ദനത്തിനും മറ്റും വിധേയമാക്കിയിരിക്കുകയാണ്. അവരെ ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ചു, ബീഡി വലിപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അനാചാരങ്ങളും അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത അന്ധവിശ്വാസങ്ങളുടെ തടവുകാരായി പാവങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിന് വേണ്ടി ശ്രമം നടക്കുകയാണ്. ഇലന്തൂർ ഇതുപോലൊരു നടപടി നേരത്തെ നടന്നു, അവസാനം കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. വീണ്ടും മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതിനുശേഷം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിയമം തന്നെ പാസ്സാക്കും എന്ന് നേരത്തെയും പറഞ്ഞിരുന്നു. ഇവിടെ നിയമത്തിന്റെ മാത്രമല്ല, ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിൽ ഗവൺമെന്റ് സത്വരമായ നടപടിയെടുക്കണം. ഇതുപോലെ അന്ധവിശ്വാസങ്ങളുടെ തടവുകാരായി പാവങ്ങൾ മാറുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകരുത്. അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ചില ആളുകളുടെ കയ്യിലേക്ക് പന്തെറിഞ്ഞ് കൊടുക്കുന്നത് പോലെ കൊടുക്കരുത് എന്നുള്ളതാണ് എന്റെ പക്ഷം. തീർച്ചയായിട്ടും ഇവിടെ ഈ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന മന്ത്രവാദിമാരും ഇതുപോലെയുള്ള താന്ത്രികരും ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് മദ്യവും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഇതുപോലെയുള്ള ആളുകൾ എന്ന് കണ്ടുപിടിക്കാനുള്ള പോലീസ് ആക്ഷനും മറ്റുമൊക്കെ ആവശ്യമില്ലേ? നിശ്ചയമായിട്ടും ഈ കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. കാരണം നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. ഈ 21ാം നൂറ്റാണ്ടിൽ ഇത്രയും സാക്ഷരതയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു തെറ്റായ പ്രവർത്തനത്തിലേക്ക് പോകാൻ ഇടയാവരുത്. അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഈ കുട്ടിക്കും കാര്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അവർക്ക് കൗൺസിലിങ്ങോ മറ്റെന്തെങ്കിലോ കാര്യമുണ്ടെന്ന് വരികയും ഗവൺമെന്റ് അതിന് ഏർപ്പാട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്ത് അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തേ മതിയാകും. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സംസാരിച്ചതിന്.